നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. വീട്ടിൽ റേഷൻ കാർഡുകളുള്ള എല്ലാ ആളുകളും വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു കാര്യങ്ങളും വരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും പിന്നീട് അത് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റു ബുദ്ധിമുട്ടുകളും വരും. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഫൈനുകൾ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. അവർക്കാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങളും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണപ്പെട്ടു പോയ ആളുടെ പേരുള്ള റേഷൻ കാർഡ്, അതിൽ മരണപ്പെട്ടു പോയ വ്യക്തിയുള്ള റേഷൻ കാർഡ്. ഇവ രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ വ്യക്തി മരണപ്പെട്ട് 40 ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. മരണപ്പെട്ട വ്യക്തി റേഷൻ കാർഡിലെ ഒരു അംഗമാണെങ്കിൽ ആ അംഗത്തിൻ്റെ പേര് ഒഴിവാക്കാനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കണം. അക്ഷയ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ആധാർ കാർഡുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സെൻറ്ററുകളിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇത് 40 ദിവസത്തിനകം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും 36 രൂപയും അതിൻ്റെ 12% പലിശയും കൂട്ടി നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അത് നമ്മൾ എത്ര മാസത്തോളം വാങ്ങുന്നുണ്ടോ അത്രത്തോളം മാസം നമ്മൾ വാങ്ങേണ്ടി വരും. നമുക്കറിയാം, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് 5 കിലോ അരിയാണ് ലഭിക്കുന്നത്. 5 × 36 ആ രൂപത്തിൽ കണക്ക് കൂട്ടി നമ്മൾ ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ വ്യക്തി റേഷൻ കാർഡിൻ്റെ ഉടമയാണെങ്കിൽ ആ കാർഡിലെ മുതിർന്ന സ്ത്രീ അംഗത്തെ നമുക്ക് റേഷൻ കാർഡിൻ്റെ ഉടമയാക്കി മാറ്റി നമുക്ക് ആ അംഗത്തെയും ഒഴിവാക്കാൻ സാധിക്കും. അതിന് വേണ്ടത് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പുതിയ അംഗത്തിൻ്റെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളാണ് അതിന് വേണ്ടത്. ഇതും നമ്മൾ ഓൺലൈൻ വഴി തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് അർഹതയില്ലാതെ നമ്മൾ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കും ഇതുപോലത്തെ വലിയ ഫൈനുകൾ വരും. നമ്മുടെ കാർഡിലുള്ള അംഗത്തിനെ എല്ലാം കണക്കാക്കി അതിൻ്റെ 5 കിലോ അരി വെച്ച് കണക്കാക്കി വലിയ രൂപത്തിലുള്ള ഫൈനുകൾ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ അറിയിപ്പുകൾ അനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. നമ്മുടെ വീടിൻ്റെ അളവ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും. അതില്ലെങ്കിൽ നമ്മൾ കാർഡ് ലഭിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയ വീട്ടിലും പിന്നീട് നമ്മുടെ വീടിൻ്റെ മുകളിലേക്കെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാണോ നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് എടുത്തത് ആ ദിവസം കണക്കാക്കിയായിരിക്കും നമുക്ക് ഫൈനുകൾ വരിക. അതുപോലെ തന്നെ ടാക്സി വാഹനമല്ലാത്ത 4 ചക്ര വാഹനമുള്ള ആളുകൾ, എത്ര ചെറിയ കാറാണെങ്കിലും എത്ര വലിയ കാറാണെങ്കിലും ശരി, അവർക്കും ചുവപ്പ്, മഞ്ഞ റേഷൻ കാർഡിന് അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഇങ്ങനെ അവർ ഈ ഒരു കാർഡിൻ്റെ കളർ നോക്കി തന്നെ നമുക്ക് ഫൈനുകൾ ലഭിക്കും. എന്നാണ് നമ്മുടെ പേരിൽ വാഹനം രജിസ്റ്റർ ചെയ്തത് അന്ന് മുതലുള്ള ഫൈനുകളായിരിക്കും നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരിക. അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കില്ലാതെ ഭൂമി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ റേഷൻ കാർഡിലുണ്ടെങ്കിൽ ഇവർക്കെല്ലാവർക്കും ഈ ഒരു നിയമം ബാധകമാണ്. പല ആളുകളും ഇപ്പോൾ 40,000 30,000 രൂപ വരെ ഫൈനുകൾ അടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചുവപ്പ് റേഷൻ കാർഡിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി വെള്ളയിലേക്ക് മാറുന്ന സമയത്താണ് നമുക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ടായിട്ടുള്ളത്. അത് ഒരുപാട് ആളുകൾക്ക് അർഹതയുണ്ടായിട്ടും വെള്ള കാർഡുകൾ ഉപയോഗിച്ച ആളുകൾക്ക് അതൊരു അനുഗ്രഹമായി തീർന്നുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും പരിശോധനകൾ നടക്കുന്നത്. വീട്ടിലെത്തിയും അതുപോലെ സംശയമുള്ള ആളുടെ വീട്ടിലെത്തി റേഷൻ കാർഡ് പരിശോധിക്കും. അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കടകൾ വഴിയും പരിശോധന നടത്തുന്നുണ്ട്. അതിന് താലൂക്ക് അടിസ്ഥാനത്തിലും വില്ലേജ് അടിസ്ഥാനത്തിലും സ്ക്വാഡുകൾ തന്നെ നിലവിലുണ്ട്. ഈ സ്ക്വാഡുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാർഡുകൾ അവർ പരിശോധിക്കുകയും കാര്യമായിട്ടുള്ള ഫൈനുകൾ തന്നെ നൽകുകയും ചെയ്യും. ഇനി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. പുതിയ ആളുകളെ ചേർക്കൽ, പഴയ ആളുകളെ ഒഴിവാക്കൽ, തരം മാറ്റൽ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ റേഷൻ കാർഡിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പുതിയ ആളുകളെ ചേർക്കാൻ അവർക്ക് 2 വയസ്സും ആധാർ കാർഡും ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ മറ്റ് വീടുകളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്ന വിവാഹം കഴിച്ചോ മറ്റോ നമ്മുടെ വീട്ടിലേക്ക് വന്ന ആളുകളെ ചേർക്കാൻ
മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മതിയാകും. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ ചെയ്യുകയും അപ്രൂവൽ ആയ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഫൈനുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം അത് അപ്രൂവൽ ആവുകയും റേഷൻ കാർഡ് നമുക്ക് ഓൺലൈനിൽ തന്നെ പ്രിൻ്റ് എടുക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാതെ തന്നെ നമ്മുടെ വാട്സപ്പ് മീഡിയ സൗകര്യം വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളുമായി ഇങ്ങനെയുള്ള റേഷൻ കാർഡിൽ പുതിയ ആളുകളെ ചേർക്കൽ, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾക്ക് പുതിയ ആളുകളെ ചേർക്കൽ, നിലവിലുള്ള ആളുകളുടെ തരം മാറ്റൽ, മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് ഒഴിവാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് വഴി ചെയ്യാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 29 രൂപ നൽകി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മറ്റ് അക്ഷയ, ജനസേവന, ഓൺലൈൻ സെൻ്ററുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പിലൂടെ ചെയ്തു തരുന്നതാണ്. നമ്മുടെ ജനസർട്ടിഫിക്കറ്റ് തിരുത്തലടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്നും ചെയ്യുന്നതാണ്. ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓഫീസുകളിലോ മറ്റോ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതിയാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.